സംസാരം ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൂപ്പർ ടേസ്റ്റിൽ ഒരു അടിപൊളി മുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിലാണെങ്കിലും പലതരത്തിലുള്ള മുട്ട റോസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുകയും പുറമേ നിന്ന് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ സവോള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പെട്ടെന്നൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല, കുറച്ച് താമസമൊക്കെ ഉണ്ട് ഫ്രൈ ഒക്കെ ചെയ്ത് വരണമെങ്കിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഞാൻ ലസ്ലി, ഞാൻ ലവ്ലി. മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ മുട്ട പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടികളുണ്ട്. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ചതച്ച് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, കടുക്, മഞ്ഞൾ, തക്കാളി, പച്ചമുളക്, സവോള. മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 4 അല്ലി, വലിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ തന്നെ മൊത്തമായ കുരുമുളക് 1/2 ടീസ്പൂൺ. കുരുമുളക് മൊത്തമായിട്ടില്ലെങ്കിൽ പൊടി ചേർത്താൽ മതി. നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ നല്ലൊരു മണം വരും. അന്നേരം അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. 4 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. സവോള ചെറുതായിട്ട് വാടുന്നോടം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതാക്കി വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ. ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറി ഇത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. ബ്രൗൺ ഷെയ്ഡ് ആകുന്നോടം വരെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. കുറച്ച് സമയമൊക്കെ എടുക്കൂലേ റോസ്റ്റ് ചെയ്തെടുക്കാൻ? നന്നായിട്ട് ഫ്രൈ ആയി വന്നാലേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണം. എന്നാലേ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പകുതി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ബ്രൗൺ ഷെയ്ഡിൽ റോസ്റ്റ് ആക്കി എടുക്കണം. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ വേണമെന്നില്ല 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമ്മളത് ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും രുചി മുട്ട റോസ്റ്റിന്. അതുകൊണ്ട് എല്ലാവരും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. സവോള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, അതുപോലെ നല്ലൊരു കളറിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളെല്ലാം എണ്ണ കിടന്ന് പച്ചമണം നന്നായിട്ടൊന്ന് ഫ്രൈ മൊരിഞ്ഞ് വരട്ടെ. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ചില മുളക് പൊടിക്കൊക്കെ എരിവൊക്കെ കൂടുതലുണ്ടാവും. അപ്പം മസാലകളുടെ നിറമൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് വേണം ഇനി വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയണം, എന്നാൽ ആ മുട്ട റോസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് നന്നായി മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് തക്കാളി നന്നായിട്ട് വെന്തുടയണം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്തുടഞ്ഞോ നോക്കണം. നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടല്ലേ? ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി തക്കാളിയൊക്കെ ഒന്നുകൂടെ ഉടയാൻ വേണ്ടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അല്ലേ? നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. സമയത്ത് ഉപ്പോ മുളക് പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കി വെച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പുഴുങ്ങിയ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 7 പുഴുങ്ങിയ മുട്ട നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് നന്നായി പൊട്ടിച്ചെടുത്ത് അപ്പോൾ തൊണ്ട് നന്നായിട്ട് നീറ്റായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഓരോ ലൈൻ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ മസാലയെല്ലാം ഈ മുട്ടയിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് കിട്ടും മുട്ട റോസ്റ്റിന്. അപ്പോൾ നമുക്കൊന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ അരപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് ആ മുട്ടയുടെ മുകളിലോട്ട് നന്നായിട്ട്
വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കാം അല്ലേ? വെച്ച് ലേശം സമയം കൂടി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു എണ്ണ തെളിയുന്നിടം വരെയാണ് അത് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് മുട്ട റോസ്റ്റിന്. അപ്പോൾ ഒന്ന് മൂടി വെച്ച് എണ്ണ തെളിയുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് തുറന്ന് നോക്കി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞോ നോക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല ഡാർക്ക് കളറായില്ലേ? നല്ല ഡാർക്ക് നല്ല ബ്രണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടി ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ? നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന്. നന്നായോ? നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. തക്കാളിയുടെയും സോസിൻ്റെയും കുരുമുളകും ഗരം മസാലയുടെ ഒക്കെ ആ മസാല ശരിക്കും ആ മുട്ടയിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ്. അതിൻ്റെ അരപ്പ് മതി കേട്ടോ. നന്നായിട്ട് ചപ്പാത്തിയും പൊറോട്ട ഒക്കെ കഴിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ നമ്മൾ 10 മിനിറ്റ് നേരം ഒന്ന് വെച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മളത് കഴിക്കുക, സെർവ് ചെയ്യാവുള്ളൂ. ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് ശേഷം നമ്മളത് സെർവ് ചെയ്യുകയാണെങ്കിൽ ആ മസാലകളെല്ലാം മുട്ടയിലേക്ക് ഇറങ്ങി ചെന്ന് നല്ലൊരു ടേസ്റ്റ് ആവും. മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചെറിയൊരു ഗ്രേവിയോട് കൂടിയൊരു നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റും. പാലപ്പോ പത്തിരിയോ എന്ത് വേണേ എന്തിനും കൂടെ കൂട്ടാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റുകളൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ബൈ ബൈ.